ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴയ്ക്ക് എങ്ങനെ പോകണോ? മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ എറണാകുളത്ത് മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? അപ്പോൾ അത് ചേച്ചി അച്ഛനമ്മയും കൂടെ ഒറ്റപ്പാലത്ത് പോവാട്ടോ. ഒറ്റപ്പാലത്ത് പോകുന്ന വഴിയാണ് നമ്മുടെ വടക്കാഞ്ചേരി ജംഗ്ഷനിൽ അതായിട്ട് കാണുന്നത്. അവിടെയൊക്കെ നല്ല വെള്ളക്കെട്ടായിരുന്നു. റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴ നോക്കി അവിടെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്. ചേച്ചി അച്ഛനമ്മയും എന്താ ഒറ്റപ്പാലത്ത് പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഒറ്റപ്പാലത്താണ്. പക്ഷേ ചേച്ചി ഇപ്പോൾ നമ്മളോട് ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ പാലക്കാട് നല്ല മഴയാന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അടുത്തുള്ള വീട്ടിൽ വിളിച്ച് ചോദിച്ചു നമ്മുടെ അവിടെയൊക്കെ വെള്ളം കയറുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ ചെറുതായിട്ട് വെള്ളം കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ പാലക്കാട് വീട്ടിൽ ഇപ്പോൾ ആരും താമസിക്കുന്നത്, ഒറ്റപ്പാലത്ത് വീട്ടിലാരും താമസിക്കുന്നില്ല. പക്ഷേ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊക്കത്ത് കയറ്റി വെക്കാൻ വേണ്ടി പോയത് കേട്ടോ. നമ്മളോട് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. താഴത്ത് നിലയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കയറി. അപ്പോൾ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഒരു സാധനങ്ങളൊക്കെ പൊക്കത്ത് കയറ്റിയേക്കുമ്പോൾ അതൊക്കെ പൊക്കത്ത് കയറ്റി വെച്ചു. ഇത് നമ്മുടെ റോഡാണ് കാണുന്നത്. റോഡിൻ്റെ അവസ്ഥ നോക്കി അത്യാവശ്യം നമ്മുടെ മുറ്റത്തോളം വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ വെള്ളം കയറിയോ? എങ്ങനെയുണ്ട് മഴ? അപ്പോൾ നിങ്ങൾ ആരും അധികം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാട്ടോ. നല്ല മഴയിൽ പെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പിള്ളേർ മാക്സിമം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക. പല അസുഖങ്ങളും വന്ന ടൈമാണ്, സൂക്ഷിക്കുക. നമ്മുടെ വയനാട് സിറ്റുവേഷനൊക്കെ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.